ഞങ്ങൾ ഇറങ്ങാ. നീ വരുന്നില്ല തന്നെ തീരുമാനിച്ചോ? ഹേമയ്ക്ക് ഒരു വാക്കും ഒരു മനസ്സേ ഉള്ളൂ. പിന്നെയും പിന്നെ എന്തിനാ ഈ കുത്തി കുത്തി ചോദിക്കുന്നേ? നിങ്ങളെല്ലാരും കൂടെ പോയി ആഘോഷമായിട്ടങ്ങ് നടത്ത്. കരയോക്കാരൻ നിന്നെ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയണം? എന്നെ അന്വേഷിക്കുന്നത് എന്തിനാ? ഞാൻ വരില്ലെന്ന് ഈ കരയോഗക്കാർക്കും കരയിലുള്ള മുഴുവൻ നാട്ടുകാർക്കും അറിയാം. അച്ഛാ പോവാം. അശ്വതി റെഡിയായില്ലേ? ഞങ്ങള് റെഡിയാണ് അച്ഛാ. ചേട്ടാ ഞങ്ങൾ ഇറങ്ങുവാ. അമ്മേ പോവാണേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇങ്ങ് വന്നേ. നീ ആ ബൈക്ക് എടുത്തോണ്ട് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വാ. ആ ചെക്കന് വല്ല സ്വന്തക്കാരോ ബന്ധക്കാരോ ഉണ്ടോന്ന് അറിയാലോ. ആരെങ്കിലും വന്ന് ഇതിനെ എഴുന്നള്ളിച്ചോണ്ടൊന്ന് കൊണ്ടുപോയാ മതിയായിരുന്നു. വല്ല ബോംബെയിലോട്ടോ ഗുജറാത്തിലോട്ടോ എങ്ങോട്ടെങ്കിലും അങ്ങ് കൊണ്ടുപോയാ മതിയായിരുന്നു. കൊണ്ടുപോയാ പിന്നെ തിരിച്ചു വരരുത്. നിന്റെ തന്ത അവളുടെ പേരും പറഞ്ഞ് നമ്മുടെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അമ്മ അവനെ എവിടെ കൊണ്ടുപോയാലും അച്ഛനോട് അന്വേഷിച്ചില്ലും അവളുടെ കുന്ത്രണ്ടിരിക്കാലേ. അയ്യോ, അപ്പൊ ഈ വേന ഒരിക്കലും ഒഴിഞ്ഞു പോവില്ലേ? പോവില്ല, ഒരാളത് വരും. അയ്യോ ഇങ്ങോട്ട് വാ. എന്താ പറയട്ടെ? എന്താ ഇരിക്കെ? എന്ത് കാര്യമുണ്ടെന്ന്? എന്ത് കാര്യം? ഒരെണ്ണം അടിക്കണ? എനിക്ക് വേണ്ട. അടിയടാ. എനിക്ക് വേണ്ട. അല്ല അതിന് സാധനം എവിടെ? ശരി, നല്ല സാധനോടാ. എനിക്കൊന്നും വേണ്ട. എടായേ, ഇത് നല്ലതാടാ. ഓ, ഒരു മര്യാദക്കാരൻ വന്നിരിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടാത്തല്ലോ നിന്നെ. പോയിട്ടപ്പാ. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിക്ക്. എടാ, ഇതൊരു സുഖമാടാ. കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും. എന്നാ ഞാൻ കല്യാണത്തിന് ശേഷം അടിച്ചോളാം. അത് ചിലപ്പോ വേണ്ടി വരും. ചിറ്റപ്പ ഓവറാവണ്ട, ഇവിടെ കാര്യങ്ങളുള്ളതാ. ഒന്ന് പോടാ അവിടുന്ന്. എന്താ ഇത്? മുഹൂർത്തത്തിന് സമയമായി. എന്നെ ഓവറാക്കാൻ ഇതിനെന്നല്ല നിന്റെ അപ്പച്ചിക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടേ അപ്പച്ചി വിളിക്കുന്നു. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓ, മതി അടിച്ച. വാ ഇങ്ങോട്ട്. ചിറ്റപ്പാ. ഓ, വരുന്നുണ്ട്. അങ്ങോട്ട്. എടാ ശാന്തപ്പ, ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി കാത്തിരിക്കുന്നു? ചടങ്ങ് നടത്തണ്ടേ? ഓ, നടത്തിക്കൊള്ളാമേ. ഓ കൊച്ചേട്ടാ, ഇപ്പൊ ചടങ്ങ് തുടങ്ങണം. ഇരിക്കടാ. എന്താ എല്ലാരും വന്നില്ലേ? ഇനി ആരെങ്കിലും വരാനുണ്ടോ? വരാനുള്ളവരൊക്കെ വന്നു. നീ ഇപ്പൊ ആരും വന്നില്ലേലും ചടങ്ങ് നടന്നു. ശാന്തപ്പ, ബാലമാഷ് വന്നായിരുന്നെങ്കിൽ ജാതകം കൈമാറായിരുന്നു. അതെന്ത് വർത്താനാ കൊച്ചാട്ടാ? പെണ്ണിന്റെ തന്തയെ ഞാനിവിടെ നിപ്പില്ലേ? ബാലമാഷ് വന്നിട്ട് ചടങ്ങ് തുടങ്ങിയാ മതി. എന്നെ ഇപ്പൊ വിളിച്ചായിരുന്നല്ലോ. ബാലമാഷ് ഇപ്പൊ വരും. വരും വരും.
എടാ എപ്പോ വന്ന് വന്നേ ഉള്ളൂ. കഴിച്ചിട്ടല്ലേ പോകത്തുള്ളൂ. ആ ശരി. എന്നതാ? ഉയ്യോ, ഇത്രയും ആഭരണങ്ങളോ? അതെ, ഇതേ ചാരുവിന് വേണ്ടി ബോംബെയിലെ ശീഷ് മഹലിന്ന് ബാബുക്കുട്ടൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചോണ്ട് വന്നതാ. ഇത് കണ്ടോ? ഇത് പിടിക്കും, സൂക്ഷിച്ചു പിടിച്ചോണേ. ഉയ്യോ, നെക്ലേസോ? നിന്റെ ഭാഗ്യമാടി, നെക്ലേസാ. സമയം കുറെ ആയല്ലോ, ബാലമാഷിനെ കാണുന്നില്ലല്ലോ. ഇതിനൊക്കെ ഒരു മുഹൂർത്തവും കാര്യങ്ങളും ഒക്കെ ഇല്ലേ? ആ, ബാലമാമ വരില്ലേ ചേച്ചി? വരും. ബാലമാമ പറഞ്ഞ സമയത്ത് തന്നെ വരും. കൊച്ചേട്ടാ, അയാളൊക്കെ സമയമൊന്നും കളയണ്ട. ചടങ്ങ് കൊണ്ട് തുടങ്ങിയാട്ടെ. ചിറ്റപ്പ, ബാലമാമ വരും. ചാരുവിന്റെ അച്ഛനായിട്ട് ചിറ്റപ്പനുണ്ട്. എന്റെ അച്ഛന്റെ സ്ഥാനത്ത് ബാലമാമ വേണം. ബാലമാമ വന്നിട്ട് ചടങ്ങ് നടത്തിയാ മതി. എന്താ നാളെ? ഞാൻ വൈകിയില്ലല്ലോ മോളെ. ഇല്ല ബാലമാമ, റൈറ്റ് ടൈമാ. പെണ്ണിന്റെ മാമൻ എഴുന്നള്ളിയ സ്ഥിതിക്ക് നമുക്കങ്ങ് തുടങ്ങാം. ആ പിന്നെ ഇനി നമുക്ക് ജാതകം കൈമാറാം. ഇല്ല പ്രസിഡന്റെ, എന്റെ കണക്ക് പ്രകാരം ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ജാതകം കൈമാറാം. അല്ല മാഷേ, 9-നും 10-നും ഇടയ്ക്കല്ലേ മുഹൂർത്തം? പിന്നെ എന്തിനാ ആ 3 മിനിറ്റ്? ഒരു 3 മിനിറ്റും ഇല്ല. ചടങ്ങ് നടക്കട്ടെ. താനൊന്ന് അടങ്ങ് ശാന്തപ്പ, കാര്യങ്ങളൊക്കെ ഒന്ന് തെളിയട്ടെ. ആ, ഇപ്പൊ സമയായി. ഇതാണ് ചാരുമോളുടെ നല്ല സമയം. ദേ നോക്കിയേ. അവനെയും കൊണ്ടുവാ.